ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. റോമാലേഖനത്തിൽ നിന്നാണല്ലോ നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് റോമാലേഖനം 3-ാം അധ്യായമാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിലെ യഹൂദനും വിജാതിയനും മനഃപൂർവ്വമായി പാപം ചെയ്തു എന്നുള്ളതാണ് പൗലോസ്ലീഹ പറയുന്നതെങ്കിൽ, 2-ാം അധ്യായത്തിൽ ഇരുവരും ദൈവശിക്ഷയ്ക്ക് അർഹരായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. 3-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുവാൻ ആഗ്രഹിക്കുന്നത്, മനുഷ്യൻ പാപമുഖാന്തരം അവൻ നശിച്ചിരിക്കുകയാണെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ കർത്താവിൻ്റെ രക്ഷാകരമായ പ്രവർത്തനങ്ങൾ മൂലം രക്ഷ സാധ്യമാണെന്നും ആ സ്വീകരണം ആശ്രയിച്ചിരിക്കുന്നത് അഥവാ അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ഒരു വ്യക്തിയുടെ സ്വന്തം മഹിമയല്ല, അവൻ്റെ വിശ്വാസത്തെയാണെന്നും അത് എല്ലാവർക്കുമായി ദൈവം തുറന്നു വച്ചിരിക്കുന്നതായും, ഇപ്പോൾ പരിപൂർണ അനുസരണമാണ് വിശ്വാസത്തിൻ്റെ പ്രധാന ഘടകമെന്നുമാണ് അദ്ദേഹം ഈ അധ്യായത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദന്മാരുടെ വാദമുഖങ്ങളെ അദ്ദേഹം ഖണ്ഡിക്കുകയാണ്. അവർ ദൈവത്താൽ വിളിക്കപ്പെട്ടവരും ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. അതിന് യഹൂദൻ എന്താണ് പ്രത്യേകത? വളരെ പ്രത്യേകതയുണ്ട്. കാരണം ദൈവവചനവും വാഗ്ദത്തവും ആദ്യം ലഭിച്ചത് അവർക്കാണ്. ആ സ്ഥിതിക്ക് ക്രിസ്തുവിനെ കുറേ പേർ അവഗണിച്ചെന്ന് പറഞ്ഞാലും ദൈവം തൻ്റെ വാക്ക് ഒരിക്കലും ലംഘിക്കുകയില്ല. ആരെല്ലാം വ്യാജം പറഞ്ഞാലും ദൈവം സത്യവാനാകുന്നു. എല്ലാ രീതിയിലും യഹൂദന് വളരെ മേന്മയുണ്ട്. ദൈവവചനം ആദ്യം നൽകപ്പെട്ടത് അവർക്കാണ്. അവരിൽ ചിലരുടെ അവിശ്വാസത്തിന് ദൈവവാഗ്ദാനങ്ങളെ ഇല്ലാതാക്കാൻ അസാധ്യമാണ്. യഹൂദർക്ക് വിജാതിയരേക്കാൾ മെച്ചമുണ്ട്. എന്നാൽ ജാതികളേക്കാൾ യഹൂദർ നല്ലവരാണോ എന്ന് ചോദിച്ചാൽ അല്ല. യഹൂദരും ജാതികളും ഒരുപോലെ പാപത്തിന് അധീനരാകുന്നുവെന്നാണ് പൗലോസ്ലീഹ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ അദ്ദേഹം തിരുവെഴുത്തുകളെക്കുറിച്ച് പറയുന്നു. സങ്കീർത്തനക്കാരനും പ്രവാചകരും ഒക്കെ ഒരുപോലെ സാർവലൗകിക തിന്മയെക്കുറിച്ചാണ് പറയുന്നത്. പ്രസ്തുത ഭാഗങ്ങൾ യഹൂദരുടെ സ്വയനീതീകരണത്തിൻ്റെ പൊള്ളത്തരം കാണിക്കുന്നുവെന്ന് മാത്രമല്ല, മനുഷ്യവർഗം മുഴുവനും ദൈവസന്നിധിയിൽ കുറ്റക്കാരാണെന്ന് കാണിക്കുന്നു. മനുഷ്യന് ന്യായപ്രമാണത്തോടുള്ള അനുസരണം കൊണ്ട് ദൈവത്തോടുള്ള ബന്ധം പ്രാപിപ്പാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഒന്നാമത്തെ കാരണം അതൊരു പ്രമാണമാണ്. അത് പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണം കൊണ്ടുണ്ടാകുന്നത് പാപത്തെക്കുറിച്ചുള്ള കുറ്റബോധം വരുത്താൻ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. എന്നാൽ നമുക്കറിയാം, 10 കൽപ്പനകളിൽ 10 കൽപ്പനകളും ഇന്നലെ വരെ ഞാൻ പാലിച്ച് ഇന്ന് ഒരു കൽപ്പന ഞാൻ ലംഘിച്ചാൽ ഇന്നലെ വരെ 10ഉം ഞാൻ പാലിച്ചത് വെറുതെയായി. അതുകൊണ്ടാണ് ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് പൗലോസ് പറയാനുള്ള കാരണം. ന്യായപ്രമാണത്തിലൂടെ ദൈവം പറഞ്ഞിരിക്കുന്നവ യഹൂദരോടാണ്. എന്നാൽ അത് അവർ ലംഘിച്ചാൽ അതിൽ നിന്ന് അവർക്ക് ഒഴിവുകൾ ഒരിക്കലും അവർക്ക് ലഭിക്കുന്നില്ല. അതിന് 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നത് മൂലം ന്യായപ്രമാണത്തിൻ്റെ കർമ്മങ്ങൾ കൊണ്ട് ഒരുത്തനും നീതീകരണം പ്രാപിക്കുന്നില്ല എന്ന സത്യം പൗലോസ്ലീഹ വളരെ ഉറപ്പിച്ചവിടെ പറയുകയാണ്. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഇന്നലെ വരെ ഞാൻ എല്ലാം പാലിച്ച് ഇന്ന് ഞാൻ ലംഘിച്ചാൽ ഇന്നലെ വരെ പാലിച്ചത് വെറുതെയായി.
21-22 വാക്യത്തിൽ ന്യായപ്രമാണവും പ്രവാചകന്മാരും ആരെക്കുറിച്ച് ഊന്നി പറഞ്ഞിരിക്കുന്നുവോ ആ ക്രിസ്തു മുഖാന്തരം ദൈവത്തിൻ്റെ നീതി സ്പഷ്ടമാക്കിയിരിക്കുകയാണ്. അത് യേശുക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസ മുഖാന്തരം നമുക്കത് ലഭിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയാലും യേശുമിശിഹായുടെ ക്രൂശ് മരണവും മൂലമുള്ള രക്ഷയാലും നമ്മൾ നീതിയുള്ളവരായി തീർന്നിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അത് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച പദ്ധതിയാണ്. തൻ്റെ രക്തത്തിലുള്ള തൻ്റെ കഷ്ടാനുഭവത്തിലുള്ള വിശ്വാസത്താൽ നമുക്ക് പാപപരിഹാരം ലഭിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ ശ്രേഷ്ഠത എന്തെന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മുടെ മുൻ പാപങ്ങളെ ദൈവം അവഗണിക്കുന്നു. 2, തൻ്റെ നീതിയെ താൻ ഇതിലൂടെ വെളിപ്പെടുത്തുന്നു. 3, ദൈവം നീതിമാനാണെന്നും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നീതീകരണം നൽകുന്നവനാണെന്നുമുള്ള ആ വലിയ സത്യം ഇതിലൂടെ വെളിവാകുന്നു. ചുരുക്കി പറഞ്ഞാൽ, ന്യായപ്രമാണത്തോടുള്ള അനുസരണം മൂലമല്ല രക്ഷ സമാഗതമാകുന്നത്, ന്യായപ്രമാണ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തതും അതേസമയം ന്യായപ്രമാണവും പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ളതുമായ മാർഗം നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നത് യേശുക്രിസ്തുവിനെ സ്വന്തം ഹൃദയങ്ങൾ നമ്മൾ സമർപ്പിച്ചിട്ടുള്ളതായ നമ്മുടെ വിശ്വാസത്താലാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ വലിയ കൃപയോടുള്ള നമ്മുടെ പ്രതികരണമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ക്രൂശിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവസ്നേഹത്തെ, ആ ബലിയർപ്പണത്തെ വിശ്വാസത്തിലൂടെ അംഗീകരിക്കുന്നവരെ ദൈവം സ്നേഹത്തിലേക്ക് നയിക്കുന്നു. അവന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചിട്ടുള്ളത്. ഇപ്പം ഇവിടെ പൗലോസ്ലീഹ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്: ന്യായപ്രമാണത്താലല്ല ഒരാൾ രക്ഷ പ്രാപിക്കുന്നത്, വിശ്വാസത്താലാണ്. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ വലിയ കൃപയോടെ മനുഷ്യൻ്റെ വിശ്വാസം കൂട്ടിമുട്ടുമ്പോൾ രക്ഷ അവന് സാധ്യമാകുന്നു എന്ന ആ ഒരു വലിയ സത്യമാണ് ഈ 3-ാം അധ്യായത്തിലൂടെ വെളിവാക്കുവാൻ പൗലോസ്ലീഹ ഇവിടെ ശ്രമിക്കുന്നത്. തങ്ങൾ ദൈവത്തിൻ്റെ ജനമെന്നുള്ള യഹൂദൻ്റെ പ്രശംസ ഇനി അതിന് യാതൊരു പ്രസക്തിയുമില്ല. അതായത് വംശപ്രാധാന്യവും ന്യായപ്രമാണ കർമ്മങ്ങളും മൂലമുള്ള തങ്ങളുടെ ആ പ്രഥമ സ്ഥാനം എന്നുള്ളത് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഒരിക്കലും മനുഷ്യന് മേന്മയുണ്ടാകുന്നത് കർമ്മങ്ങളുടെ അഥവാ ന്യായപ്രമാണം വഴിയല്ല, യേശുവിലുള്ള വിശ്വാസം മൂലമാണ്. അതോടൊപ്പം ദൈവം എല്ലാവരുടെയും ദൈവമാണ്. യഹൂദന്മാരുടെ മാത്രം ദൈവമല്ല, വിശ്വസിക്കുന്ന ഏവർക്കും, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷ സാധ്യമെന്നുള്ള ആ വലിയ ഒരു ചിന്ത, ആ വലിയ ദൈവശാസ്ത്രമാണ് 3-ാം അധ്യായത്തിലൂടെ വെളിവാക്കുവാൻ പൗലോസ്ലീഹ ഇവിടെ ശ്രമിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഏത് മാതാപിതാക്കളിൽ ജനിച്ചുവെന്നോ, ഏത് കുടുംബത്തിൽ ജനിച്ചെന്നോ, ഏത് പശ്ചാത്തലത്തിൽ ജനിച്ചോ എന്നുള്ളതിനേക്കാൾ ഉപരിയായി ക്രിസ്തുവിനോടുള്ള നമ്മുടെ ബന്ധം ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ നാം ആയിട്ടുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ 4-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ വിശ്വാസ മുഖാന്തരമുണ്ടായ രക്ഷയെക്കുറിച്ചാണ് ഇനി പൗലോസ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് അതിനു മുൻപായി യഹൂദൻ്റെ ആ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ആ ശ്രേഷ്ഠത കൊണ്ടല്ല, അവന് ക്രിസ്തുവിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ അവൻ രക്ഷ പ്രാപിക്കൂ എന്നുള്ള സത്യം മുന്നമേ പറഞ്ഞുകൊണ്ട് അബ്രഹാമിൻ്റെ ഇനി 4-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ആ മാതൃകയാണ് അദ്ദേഹം ഇനി എടുത്തു പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ 3-ാം അധ്യായം വായിച്ച് ധ്യാനിക്കുവാനും അതനുസരിച്ച്
ക്രിസ്തുവിലുള്ള വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്കിടയായിത്തീരണം. അതിന് ദൈവവചനത്തിൻ്റെ വായനയും ധ്യാനവും ആരാധനവും പ്രാർത്ഥനകളൊക്കെ നമ്മളെ സഹായിക്കണം. ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ അതിന് കൂടുതൽ നമ്മെ സഹായിക്കട്ടെ. ആ പ്രാർത്ഥാനുഭവത്തിലായിരിക്കുവാൻ ദൈവമെല്ലാ അനുഗ്രഹങ്ങളും അത് നൽകട്ടെ. നല്ല ഒരു ശുഭദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.